ഹായ് ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഓണത്തിന് നമുക്ക് മസ്റ്റായിട്ട് വേണ്ട സാധനമല്ലേ പൂക്കളം. അപ്പോൾ പൂവുകളൊക്കെ നമുക്ക് എവിടുന്നാണ് കിട്ടുക? എൻ്റെ വീട്ടിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലെ ഗാർഡൻ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. ഇവിടെ കുറച്ച് അധികം പൂക്കളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മഴയൊക്കെ ആയതുകൊണ്ട് കുറേ നശിച്ചു പോയിട്ടുണ്ട്. എന്നാലും ഇവിടെ ഉള്ള കുറച്ച് പൂക്കളും ചെടികളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് കോളാമ്പിയാണ്. ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ചെടിയുടെ പേരെനിക്കറിയില്ല, പക്ഷെ ഇത് കാണാൻ നല്ല രസമാണ്. കാട് പോലെ ഇങ്ങനെ വളരും. ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒന്നും പേരറിയില്ല, പക്ഷെ ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇത് ചൈനീസ് ബോൾസ് ആണ്. ഇത് നേരത്തെ കാണിച്ച പൂവിൻ്റെ കളർ ചേഞ്ച് മഞ്ഞ. രാവിലെ ആകുമ്പം ഈ പൂക്കളെല്ലാം മുകളിൽ കുറേ പൂമ്പാറ്റകളൊക്കെ കാണാൻ പറ്റും. പൂവിൻ്റെ തേൻ കുടിക്കാൻ വന്ന കുറേ പൂമ്പാറ്റകളെ കാണാറുണ്ട്. ഈ ചെടികൾ അധികം എൻ്റെ ഏച്ചി തന്നെയാണ് നട്ടത്. ചില ചെടികൾ മാത്രമേ ഞാൻ നട്ടതുള്ളൂ കേട്ടോ. എന്നാലും ഞാൻ വെള്ളമൊഴിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട്. ഇപ്പം മഴയായതുകൊണ്ട് അങ്ങനെ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ചെടിച്ചട്ടിയിൽ മണ്ണിടാനൊക്കെ ഞാനും സഹായിക്കാറുണ്ട്. ഇത് നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്തതാണ്. ടയറിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ചിട്ട് ഇങ്ങനെ 4 മണി 10 മണി ചെടികളാണ് നട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ടേബിൾ ഫാനിൻ്റെ ഒരു പാളി എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിൽ നിറച്ചും പൂക്കൾ വിരിഞ്ഞിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. പല പല കളറുള്ള റോസാ ചെടി ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ എല്ലാം ഇപ്പം നശിച്ചു പോയി. ഇപ്പോൾ കുറച്ച് ചെടികൾ മാത്രമേ റോസയുള്ളൂ. ഏടെ ചെടി കണ്ടാലും വാങ്ങുക എന്നുള്ളത് എൻ്റെ ഏച്ചിൻ്റെ ഒരു സ്വഭാവമാണ്. ഏത് വീട്ടിലെ ചെടി കണ്ടാലും ഒരു മടിയും കൂടാണ്ട് ഓള് ചോദിച്ചു വാങ്ങും. ഇത് നമ്മൾ കോഴിപ്പൂവ് എന്നാ പറയല് കേട്ടോ. ഇതൊക്കെ 10 മണി പൂവാണ്. ഇത് വിരിഞ്ഞിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പം അതിൽ പൂവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ളത്. ഈ ഇലകളുടെ ഒന്നും പേരെനിക്കറിയില്ല, പക്ഷെ നമ്മൾ ഓണത്തിന് പൂവിടാൻ വേണ്ടി ഈ ഇലകൾ മുറിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപയോഗിക്കാറുണ്ട്. കാണാൻ നല്ല രസമാണ്. ചീരക്ക് പകരം ഈ ഇല നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് പല കളറുള്ള ചെക്കിപ്പൂവാണ്. ഓറഞ്ച് കളറ്, പിങ്ക് കളറ്, അതുപോലെ വൈറ്റ്, ഇങ്ങനെ 3 കളറുള്ള ചെക്കിപ്പൂവുണ്ട്. ഇത് നമ്മൾ ഇന്നലെയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ തൂക്കിയിട്ടത്. നല്ല രസമുണ്ട് കാണാൻ. അത് ആ പൂച്ചട്ടീൻ്റെ കളറും ആ ചെടീൻ്റെ ആ ഒരു കളറും കൂടെ മിക്സ് ആകുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ചെടികളുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ.